ദയയുള്ളവരായിരിക്കുക, സത്യസന്ധത പുലർത്തുക, വിശ്വസനീയമായിരിക്കുക. ഇവയെല്ലാം നിനക്ക് തിരികെ വരും. ഇത് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക. നമ്മൾ എന്തു നൽകുന്നുവോ അത് നമ്മൾക്ക് തിരിച്ചു ലഭിക്കുന്നു. വാക്കുകളും ഹൃദയവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം സംസാരിച്ച വാക്കുകളും തകർന്ന ഹൃദയങ്ങളും നേരാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ജീവിതം വളരെ വിരോധാഭാസമാണ്. സന്തോഷം എന്താണെന്നറിയാൻ സങ്കടം ആവശ്യമാണ്. നിശബ്ദതയെ വിലമതിക്കാൻ ശബ്ദവും, സാന്നിധ്യത്തിൻ്റെ മൂല്യം അഭാവവും. ഒരു മുറിവ് സുഖപ്പെടുത്താൻ നിങ്ങളത് സ്പർശിക്കുന്നത് നിർത്തേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല, ചിലപ്പോൾ നമ്മൾ പരിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആർക്കും നടക്കാൻ കഴിയുന്ന ഒരു പൂന്തോട്ടം പോലെ ഒരിക്കലും നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തരുത്. എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന ആകാശം പോലെ നിങ്ങളുടെ പ്രതീകം രൂപകൽപ്പന ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ സ്വാഗതം ചെയ്യാതെ നിങ്ങൾക്ക് ചിലരെ ക്ഷമിക്കാൻ കഴിയും. ക്ഷമാപണം സ്വീകരിച്ചു, പ്രവേശനം നിരസിച്ചു. എന്നോടൊപ്പം ആവർത്തിക്കുക. എനിക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. അത് മറ്റാളുകളെ വിഷമിപ്പിക്കുന്നു എങ്കിൽ പോലും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ആരെയെങ്കിലും ഛേദിച്ചു കളയുമ്പോൾ അവർ ഒരിക്കലും ആളുകളോട് പൂർണ്ണ കഥ പറയില്ല. നിങ്ങളെ മോശമായി കാണപ്പെടുന്നതും അവരെ നിരപരാധികളായതുമായ ഭാഗം അവർ അവരോട് പറയും. നിങ്ങളോട് തെറ്റായി നിന്ന വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷ. എല്ലാം ഒരു കാരണത്താൽ സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ചിലപ്പോൾ ആ കാരണം എന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രായമാകുമ്പോൾ ജീവിതം നിങ്ങളെ താഴ്മയുള്ളവനാക്കുന്നു. നിങ്ങൾ അസംബന്ധത്തിൽ എത്ര സമയം പാഴാക്കിയെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. നിങ്ങൾ ചില ആളുകൾക്ക് വളരെയധികം ആയിരിക്കും, വളരെ ഉച്ചത്തിൽ, വളരെ മൃദുവാണ്, വളരെ ഇത്, വളരെ അത്. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എല്ലാം തികഞ്ഞവരാകും. ഞാൻ തടിച്ചാൽ ഞാൻ വളരെയധികം കഴിക്കുന്നു. എനിക്ക് ശരീരഭാരം കുറഞ്ഞാൽ എനിക്ക് അസുഖമുണ്ട്. ഞാൻ നന്നായി വസ്ത്രം ധരിച്ചാൽ ഞാൻ കാണിക്കുന്നു. ഞാൻ ലളിതമായ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഞാൻ ദരിദ്രനാണ്. നിങ്ങൾ എന്തുതന്നെ ചെയ്താലും ആരെങ്കിലും നിങ്ങളെ വിമർശിക്കും. അതിനാൽ നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. എത്ര ശക്തരാണെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാം ശരിയാകും എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കും.